The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Good morning, my dear children. Listen to this quote. We are all different, which is great because we are all unique. Without diversity, life would be very boring. Isn't it? Welcome back to the Social Studies class. In the previous class, we learned about the shape of the earth, latitude and longitude. Today, we are going to learn more about the world of diversity. Do you know what is diversity? Yes. Diversity means variety and being different. വൈവിധ്യങ്ങളുടെ ആശയത്തെയാണ് ഡൈവേഴ്സിറ്റി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. സോ വാട്ട് ഈസ് ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി ആൻഡ് ബീയിങ് ഡിഫറെൻറ്റ്. വെറൈറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ള, വിഭിന്നമായിട്ടുള്ളതും വൈവിധ്യപൂർണവുമായിട്ടുള്ള ഒരു ആശയത്തെയാണ് ഡൈവേഴ്സിറ്റി എന്ന പേരോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെസ്പെക്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ വെറൈറ്റീസ് വാരിയിങ് ഡിഫറൻസ് എമംഗ് ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി. ഇസ്ൻ്റ് ഇറ്റ്? അല്ലേ? വ്യത്യസ്തതകൾ നിറഞ്ഞ, വിഭിന്നതകൾ നിറഞ്ഞ ആശയങ്ങളിൽ നിന്നും ഒത്തൊരുമയുടെ ആശയത്തിലേക്ക് പോകുന്ന ഒരു വേർഡായിട്ട് നമുക്ക് ഡൈവേഴ്സിറ്റിയെ കണക്കാക്കാം. വൈവിധ്യങ്ങളുടെയും വൈചിത്ര്യങ്ങളുടെയും നാടാണ് ഇന്ത്യ എന്ന് കുട്ടികൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെയാണ്. എല്ലാ ലോകരാജ്യങ്ങളിലും കാണുന്ന സസ്യലതാദികളൊന്നും ജന്തുജീവജാലങ്ങളൊന്നും തന്നെ ഒരുപോലുള്ളതല്ല. പക്ഷേ എല്ലാവരും ഹ്യൂമൻ ബീങ്സാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളാണുള്ളത്. അപ്പോൾ ആ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ വേർഡ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി, വാട്ട് ഈസ് ഇറ്റ്? ഡൈവേഴ്സിറ്റി, വെറൈറ്റി ആൻഡ് ബീയിങ് ഡിഫറെൻറ്റ്. ക്ലിയർ? വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അവരിലുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാശയത്തെയാണ് ഡൈവേഴ്സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ യു നോ ദാറ്റ് ഇന്ത്യ ഈസ് എ ഹൈലി ഡൈവേഴ്സ് കൺട്രി. അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ്. ഫോളോവേഴ്സ് ഓഫ് almost all major religions of the world live in India. കുട്ടികൾക്ക് അറിയുന്ന പോലെ ലോകത്തിൽ കാണപ്പെടുന്ന മതങ്ങളിൽ ഏകദേശം എല്ലാ മതവിഭാഗങ്ങളും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ശരിയല്ലേ? യെസ്. ഫോളോവേഴ്സ് ഓഫ് ഡിഫറെന്റ് റിലിജിയൻ ആർ ഡിഫറെന്റ് ഇൻ മെനി ആസ്പെക്ട്സ് like customs, festivals, beliefs, costumes, eating habits and traditional beliefs. These everything are different. The huge diversity make our country rich in terms culture differences. Our constitution believes in respect to all human beings in a similar way. നമ്മുടെ ഭരണഘടന നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എല്ലാ വിഭാഗക്കാരെയും ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ കാണാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. All the
Human beings are similar. എല്ലാ വ്യക്തികളും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. സോ വി നീഡ് ടു ബിലീവ് ദാറ്റ്, വി നീഡ് ടു ഫോളോ ദാറ്റ്. നമ്മളത് വിശ്വസിക്കുക മാത്രമല്ല, നമ്മളത് ഫോളോ ചെയ്യുകയും വേണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല അനീതികളുടെയും അതിക്രമങ്ങളുടെയും പശ്ചാത്തലം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ അറ്റ്ലീസ്റ്റ് നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളെങ്കിലും തെറ്റുകളെ തിരിച്ചറിഞ്ഞ് മതപരമായോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ചിന്തകൾക്ക് പ്രാധാന്യം നൽകാതെ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറണം, അങ്ങനെ വളരണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. Our constitution believes in respect to all human beings in a similar way. Diversity makes us tolerant and just. We know how to believe with other people belonging to different caste, creed or culture. വ്യത്യസ്ത ജാതിയിലോ മതത്തിലോ സംസ്കാരത്തിലോ പെട്ട ജനവിഭാഗങ്ങൾ നമ്മളുടെ ചുറ്റുപാടുമുണ്ടെങ്കിലും അവരോടെല്ലാം നമ്മൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലുള്ളൊരു ബന്ധമാണ് നമ്മൾ നിലനിർത്തേണ്ടത് എന്നൊക്കെ നമ്മുടെ രാജ്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലേ? വി ആർ ബിലീവിങ് വി ഓൾ ആർ ഇന്ത്യൻസ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമുക്കെല്ലാം ഒരേ കാഴ്ചപ്പാടാണ്, നമ്മളെല്ലാം ഒരു രാജ്യത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമുക്കൊരു ജാതീയത അല്ലെങ്കിൽ ഒരു വിഭിന്നമായ ചിന്താഗതി നമ്മളിൽ ഉണ്ടാവരുത് എന്നതാണ് ആശയം, അല്ലേ? ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ ദ ഡൈവേഴ്സിറ്റി ഓഫ് ഫോണ ആൻഡ് ദ ഹ്യൂമൻ ലൈഫ്. ഫോണ ആൻഡ് ഫ്ലോറ ഇൻ ദ ഹ്യൂമൻ ലൈഫ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്നത് ലോകരാജ്യങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത സസ്യ ജന്തുജാലങ്ങളെ കുറിച്ചും അവിടെ കാണപ്പെടുന്ന ചില പ്രത്യേക മനുഷ്യവിഭാഗങ്ങളെ കുറിച്ചുമൊക്കെയാണ്. Okay, so in this chapter we are going to learn more about the fauna and flora, at the same time about human life. Okay, regions on the earth's surface that share almost similar climatic characteristics are known as climatic region. Okay children, you have learned about the continents in small classes, isn't it? Each of these continents has different climatic region. ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോണ്ടിനെന്റ്സുകളെ കുറിച്ച്, കോണ്ടിനെന്റുകളിലെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ച് കുട്ടികളെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് ഈ ക്ലൈമാറ്റിക് റീജിയനിൽ കാണപ്പെടുന്ന മനുഷ്യവർഗങ്ങൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന സസ്യ ജീവജാലങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ചാപ്റ്റർ. Okay, world climatics are generally divided into 5: tropical region, dry region, temperate region, cold and polar region. കേട്ടിട്ടുണ്ടോ കുട്ടികളത്? Yes, what are they? Tropical region, dry region, temperate region, cold and polar region. These are the 5 regions in the world based on the climate. ക്ലൈമറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തെ 5 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇൻ ദീസ് റീജിയൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ് ആർ there. They have different structure and lifestyle. ഈ ഓരോ റീജിയനിലും വ്യത്യസ്ത തരത്തിലുള്ള ട്രൈബൽ പീപ്പിൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആരാ ഈ ട്രൈബൽ പീപ്പിൾ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗോത്ര വിഭാഗക്കാർ അല്ലെ, ഗോത്രവാസികൾ എന്നാ പറയും. നമ്മുടെ പ്രദേശങ്ങൾ ഇപ്പോൾ പാലക്കാടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആദിവാസി അട്ടപ്പാടി ഏരിയകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആദിവാസികളെ കുറിച്ച് അല്ലെ. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വനാന്തരങ്ങളിൽ താമസിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ട്രൈബൽ പീപ്പിൾസ് ഉണ്ട്. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ അറിയാനാണ് നമ്മുടെ ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ് ആർ there. They have different structure and
ലൈഫ് സ്റ്റൈൽ. അവർക്ക് വ്യത്യസ്ത ശരീരപ്രകൃതിയാണ്, വ്യത്യസ്ത ജീവിത രീതിയുമാണ്, വ്യത്യസ്ത ശരീരപ്രകൃതിയൊക്കെയാണ് ഉള്ളത്. എന്താണ് ആ വ്യത്യസ്തത എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡി? So children, in today's class we can learn more about some of the different tribal people and their own lifestyle. All are ready? Okay. Look at this picture. This picture depicts the Pygmies. They are the tribal people of the Congo Basin in Africa. ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിൽ കാണപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് അല്ലെങ്കിൽ ജനതയാണ് ആര്? ഈ പിഗ്മീസ്. ഓക്കെ, കോങ്കോ ബേസിൻ അറിയില്ല, കോങ്കോ റിവറിനെയാണ്, അതിന് തീരപ്രദേശത്തെയാണെന്ന് എന്ത് പറയുന്നത്? കോങ്കോ ബേസിൻ എന്ന് പറയും. ആഫ്രിക്കയിലെ കോങ്കോ ബേസിന്റെ തീരങ്ങളിൽ കാണപ്പെടുന്ന ഒരു വിഭാഗം ആദിവാസി വിഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിഗ്മീസ്. ഓക്കെ. The Democratic Republic of the Congo, commonly referred to as the DRC, is a country located in Central Africa. Democratic Republic of Congo has a population of over 71 million. About 30% of the people in DRC reside in modern cities and towns. The women in the Democratic Republic of Congo usually wear long cotton dresses, whereas the men mostly wear trousers. The dense rainforests of the northern region is home to the native Pygmies. Music and dance are an integral part of the lives of the people. Pygmy literally means anything small. Height of a typical pygmy ranges from 4 to 5 feet. The main features of the pygmies are, look, they usually have a short structure and dark complexion. പൊതുവെ ഈ പിഗ്മി വർഗത്തിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയായിരിക്കും? ഉയരം കുറഞ്ഞവരും കറുത്ത നിറമുള്ളവരുമായിരിക്കും. ഡാർക്ക് കോംപ്ലക്ഷൻ, അതായത് നിറം കറുപ്പായിരിക്കും അർത്ഥം. നല്ല കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നവരായിരിക്കും ആര്? ഈ പിഗ്മി. Okay, then another thing, they are a short structure. Okay? The cassava or tapioca is the main staple food. അവരുടെ പ്രധാന ഫുഡ്, അവരുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് ടാപ്പിയോക്ക ആണ്. ടാപ്പിയോക്ക ഓർ കസാവ. ഓക്കെ, കസാവ is the staple food. The third point, they eat hunted meat and gathered fruits. അവര് ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നത് എന്താണ്? മൃഗങ്ങളെ വേട്ടയാടി കിട്ടുന്ന മാംസവും അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സും, ഗ്യാതേഡ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഫ്രൂട്ട്സുമാണ്, ഫോറസ്റ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഫ്രൂട്ട്സുമാണ് അവർ ഭക്ഷണമായിട്ട് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് എന്നല്ല, ബിക്കോസ് പിഗ്മീസ് ആർ നൗ ഓൾസോ ദെയർ ഇൻ ദ കോങ്കോ ബേസിൻ. ഇപ്പോഴും കോങ്കോ ബേസിനിൽ കാണപ്പെടുന്ന ഒരു ജനത ആണ് ഈ പിഗ്മീസ്. ഓക്കെ, നോക്കൂ, ദേ ഈറ്റ് ഹണ്ടഡ് മീറ്റ് ആൻഡ് gathered fruits. Clear? So what are the main features? They usually have a short structure and dark complexion. Cassava is their staple food and they are hunted meat. They eat hunted meat and gathered fruits. They eat hunted meat and gathered fruits. Clear? What are the main features of pygmies? They are usually short structure and dark complexion. Cassava is their staple food and they eat hunted meat and gathered fruits. Not only for that, some other features also there. Look, they often wear deer skin or leaves as goods. Okay, they build semicircular houses out of the branches of trees and oak leaves. They often wear deer skins or leaves as clothes. They build semicircular houses out of the branches of trees and broad leaves. Clear? Dearly love and care for the forest because
They are the dwellers of forest. They are the dwellers of the forest. Right? Because they are mostly depending the forest. That's why they are giving more care for forest. Hope you all understood that points. What are the main features of pygmies? So the pygmies live in Congo Basin in Africa. These regions are located to the equator. That causes climatic peculiarities. ഇക്വേറ്ററിലാണ് അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ പ്രദേശങ്ങളിലാണ് ഭൂമധ്യരേഖാ ഭാഗങ്ങളിലായിട്ടാണ് ഈ കോങ്കോ ബേസിൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ ക്ലൈമറ്റിനും ഒരു പ്രത്യേകത ഉണ്ട്. സോ വാട്ട് ആർ ദ മെയിൻ ക്ലൈമറ്റിക് പെക്യുലിയറിറ്റി ഓഫ് കോങ്കോ ബേസിൻ അല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് ഈ കോങ്കോ ബേസിൻ്റെ പ്രത്യേകത എന്നറിയണം അല്ലേ? യെസ്, കോങ്കോ ബേസിൻ ഈസ് ലൊക്കേറ്റിംഗ് ഇൻ ആഫ്രിക്ക. ഓൾറെഡി ടീച്ചർ സെഡ് ദാറ്റ് അല്ലേ? ടീച്ചർ പറഞ്ഞു ആഫ്രിക്കയിലെ കോങ്കോ റിവറാണ്. ആ റിവറിൻ്റെ ബേസിനാണ്, തീരങ്ങളെയാണ് നമ്മൾ കോങ്കോ ബേസിൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു ടീച്ചർ. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്ലൈമറ്റിക് പെക്യുലിയറിറ്റീസ് ഓഫ് കോങ്കോ ബേസിൻ? കോങ്കോ ബേസിന് എന്താണ് ഇത്രമാത്രം പ്രത്യേകതകളുള്ളത് അല്ലെങ്കിൽ ക്ലൈമറ്റിക് പ്രത്യേകത ഉള്ളത് എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, സോ വാട്ട് ആർ ദ ക്ലൈമറ്റിക് പെക്യുലിയറിറ്റീസ് ഓഫ് കോങ്കോ ബേസിൻ? യു നോ? Yes, high atmospheric temperature throughout of the year and daily afternoon showers with thunder and lightning. High atmospheric temperature ആണ്, നല്ല ഉയർന്ന താപനില ഉണ്ടാവാറുണ്ട് എല്ലാ വർഷത്തിൽ പൂർണ്ണമായിട്ടും ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്. ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ആഫ്റ്റർനൂണിന് ശേഷം, എല്ലാ ദിവസവും ആഫ്റ്റർനൂണിന് ശേഷം ശക്തമായ ഇടിയും മിന്നലും മഴയും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ വളരെയധികം തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ തിക്ലി ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് ഈ കോങ്കോ ബേസിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അതൊന്നുകൂടെ ക്ലിയർ ചെയ്തിരുന്നുണ്ട്. നോക്കൂ, സെക്കൻഡ് പോയിന്റ്, ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, thick undergrowth, moss, vanda and so on. ടീച്ചർ പറഞ്ഞെടുത്തുള്ളൂ. അപ്പോഴേക്കും ഡെൻസ് എവർഗ്രീൻ ഫോറസ്റ്റ്. വാട്ട് ഈസ് എവർഗ്രീൻ? നിത്യഹരിത വനങ്ങൾ എന്ന്, അല്ലെങ്കിൽ വളരെയധികം മരങ്ങളാൽ നിബിഡമായ, അതാണ് കറക്റ്റ് മലയാളം, നിബിഡമായ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് കോങ്കോ ബേസിൻ. ക്ലിയർ? ദെൻ ഡൈവേഴ്സ് ഫോണ, വ്യത്യസ്ത തരത്തിലുള്ള സസ്യ ജന്തു ജീവജാലങ്ങളെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. വ്യത്യസ്ത ജീവജാലങ്ങളെ നമുക്ക് ഈ പ്രദേശത്ത് കാണാനായിട്ട് കഴിയുന്നു. ഫോണ. ഓക്കെ, വാട്ട് ആർ ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ദ കോങ്കോ ബേസിൻ? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. Dense evergreen vegetation consisting of big trees, climbers, thick undergrowth, moss, vanda and so on. Okay students, I hope you all understood today's points. Today we discussed about what is diversity, what are the main features of pygmies and where they are living, importance of Congo Basin and the climatic region of Congo Basin. I hope you all understood these points. Okay, that's all for today. Thank you. Bye.